ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗ്രാൻഡ് മൊബൈലിൻ്റെ ആപ്പിന ഡെയിലി ക്വിസ്റ്റ് ഉണ്ട് ഗായ്സ്, ഡെയിലി ടാസ്ക് എന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇന്ന് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമ്മൾ ഈ ഒരു ലോഗോ പോലെ കാണാം. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ടാസ്ക് ഉണ്ട്. ടാസ്കിൻ്റെ അകത്ത് ലാസ്റ്റ് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ 50 പോസ്റ്റ് ഓഫീസ്, പിന്നെ കസീനോയിൽ റഷ്യൻ റൗട്ടർ സ്പിൻ ചെയ്യുക, പിന്നെ 50 ഫാമിൽ നമ്മൾ ജോബ് ചെയ്യണം, പിന്നെ വെഹിക്കിളിൽ 3 പ്രാവശ്യം റിപ്പയർ കിറ്റ് അടിക്കണം. അപ്പം നമ്മളിപ്പം ഫാമിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയാണ് 50 പ്രാവശ്യം ഫാമിൽ ജോലി ചെയ്യണം. ആ ഒരു 50 പ്രാവശ്യം ഏകദേശം ഒരു 30 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ജോലി കൊടുത്തിട്ട് നമ്മൾ നേരെ കയറുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവിടെ ഒരു റെഡ് മാർക്ക് കണ്ട, അവിടെ ചെല്ലണം. അവിടെ ചെന്ന് നമുക്കിപ്പോൾ പൊട്ടാറ്റോണ് കിട്ടിയിരിക്കണം. അവിടെ ഇങ്ങനെ നെക്കി പിടിച്ചാൽ നമുക്കിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആക്കി. അങ്ങനെ അടുത്ത സ്ഥലം നമുക്കിങ്ങനെ മാർക്ക് ചെയ്യും. റെഡ് സ്ഥലം ഇങ്ങനെ ഒരു 50 പ്രാവശ്യം ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ 50 പ്രാവശ്യം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഏകദേശം കംപ്ലീറ്റ് ആയെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഗൈസ് 48 ഇനി ഒരു 2 കൂടെ മതി. അപ്പം ഗൈസ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് ESP കിട്ടും. പിന്നെ അല്ലാതെ നമുക്ക് VIP പാസ് കിട്ടും. VIP പാസും പിന്നെ അല്ലാതെ കുറേ ഉപയോഗമുണ്ട് ഇതിൽ. പിന്നെ ഇതിലൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് 10 ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ 10 ESP കിട്ടും. അപ്പോൾ ഒരു ദിവസം 10 ESP ആകുമ്പോൾ ഒരു മാസം ആകുമ്പോൾ ഏകദേശം ഒരു 300 ESP കിട്ടും. ഒരു മാസം തന്നെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ലെവൽ കൂട്ടാം. പിന്നെ ലെവൽ കൂട്ടാനുള്ള കുറേ ട്രിക്കുണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് പതുക്കെ വീഡിയോ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഡെയിലി ടാസ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ക്വിറ്റ് ജോബ് കൊടുത്താൽ നമുക്ക് പൈസ വരും ഗൈസ്. ഞാൻ ഇപ്പോൾ ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് 1500 കിട്ടിയത് ഗൈസ്. നമുക്ക് പൈസ ഉണ്ടാക്കില്ല, നല്ല പാടാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വലിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. നമ്മളെ വണ്ടി പോയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഫാമിലി പോയി വണ്ടി എടുത്തിട്ട് വരാം ഗൈസ്. ഞാൻ നേരത്തെ കയറിയ സമയത്ത് ഞാൻ ഒരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ റിപ്പയർ കിറ്റ് 3 പ്രാവശ്യം നമുക്ക് വെഹിക്കിളിൽ റിപ്പയർ കിറ്റ് അടിക്കണം ഗൈസ്. അത് എങ്ങനെയാണ് ഞാൻ മേടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഫാമിലി കയറി വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. പുതിയ വണ്ടി ഇറക്കി, ഡിഫൻഡർ. ഏതാ പവർ, നൈസ് വണ്ടിയാണ് ഗൈസ്. ഇത് ഏകദേശം ഒരു 80 ലക്ഷം രൂപ വരും. ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ 30 ലക്ഷം രൂപ വരും. നൈസ് വണ്ടിയാണ്. ഫാമിലിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം. ഇത് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ അടുത്തുള്ള ഷോപ്പ് തന്നെ. ഇതിൽ ഷോപ്പ് ഫ്രീ ആയിട്ടുള്ള ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ 100 രൂപയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഷോപ്പിൽ നിന്നാണ് നമ്മൾ റിപ്പയർ കിറ്റ് മേടിക്കണം. നമ്മളെ ബാഗിൽ 3 റിപ്പയർ കിറ്റ് മേടിച്ച് വെക്കാം, സ്റ്റോക്ക് ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടെ തന്നെ നമുക്ക് കുറേ ലോട്ടറി ടിക്കറ്റ് എടുക്കാം, മെഡിക്കിറ്റ് മേടിക്കാം, ബാക്കി ഫോൺ മേടിക്കാം, ഫോൺ നമ്പർ മേടിക്കാം. ഇവിടെ തന്നെ കുറേ ഉണ്ട് ഗൈസ്. ഇതാണ് ഞാൻ കാണിച്ചെന്നുള്ള ഗൈസ്. അതാണ് റിപ്പയർ കിറ്റ്. നമുക്കിനി പോകാം. നമുക്കിനി അടുത്ത ടാസ്ക് ചെയ്യാൻ പോകാം ഗൈസ്. വണ്ടി ഓപ്പൺ ആക്കട്ടെ. നമുക്ക് അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ 3 പ്രാവശ്യം ഗ്യാസ് ഓയിൽ അടിക്കണം. എന്നുവെച്ചാൽ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി 3 പ്രാവശ്യം അടിക്കണ അടുത്ത ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പമ്പിലിട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെ താഴെ. അപ്പോൾ നമ്മൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് പമ്പിൽ കയറി ഓയിൽ പകുതി ഉണ്ട്. ഇനി പകുതിയും കൂടെ പെട്രോൾ അടിച്ചാൽ മതി. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഒരെണ്ണം. ഞാൻ നേരത്തെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാഗിൽ ഒരെണ്ണം മാത്രമേ കീപ്പ് ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പം നമുക്കിങ്ങനെ ഒരെണ്ണം വെച്ച് ഇങ്ങനെ അടിക്കാം. 10 ലിറ്ററാണ് കിട്ടണത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ അടിച്ചാൽ മതി.
ഒരെണ്ണം കൂടെ അടിച്ച് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ്. അത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്ക് പിന്നെ അടിക്കാം. പിന്നെ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് പിന്നെ അടിക്കാം. നമുക്ക് വേറെ ടാസ്ക് നിർത്തി അടിക്കാൻ കഴിയും. എന്തെന്ന് വെച്ചാൽ എൻ്റെ റാങ്കിൽ നിന്ന് ഞാൻ 3-ാം റാങ്കായിരുന്നു ഫാമിലി. എൻ്റെ റാങ്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ചെറിയ വിഷയം കൊണ്ടാണ്. ഗൈസ് ആ വിഷയം കഴിഞ്ഞിട്ട് ഞാൻ വരാം. വിഷയമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു വിഷയം ഉണ്ടാക്കിയത്. സോറി ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിൽ എത്തിയിട്ടാണ് പിന്നെ എല്ലാം വിഷയം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൽ ഫാക്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നാവിഗേറ്റർ എടുത്തിട്ട് പോസ്റ്റ് മാൻ കൊടുത്തിട്ട് അവിടെ വന്നാൽ മതി, വണ്ടി എടുത്ത് വന്നാൽ മതി. അപ്പോൾ ഇവിടെയാണ് ഗായ്സ് 50 എണ്ണം ഇങ്ങനെയാണ് ഗായ്സ് കംപ്ലീറ്റ് ആക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത് നമ്മൾ എടുത്തിട്ട് ഈ ഒരു റെഡ് മാർക്കുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കണം. പിന്നെ ഒരു ഏകദേശം ഒരു 20 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 50 എണ്ണം ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമുക്ക് കുറ്റിയടിക്കാം. ചിലപ്പോഴൊക്കെ നല്ല ഈസി ടാസ്ക് കൊണ്ടുവരും, ചിലപ്പോഴൊക്കെ നല്ല ടഫായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇത്രയും നേരം പണിയെടുത്തതിൽ നമുക്ക് 3000 കിട്ടി. അപ്പോൾ മറ്റേ ഇവിടെ നമ്മൾ 50 എണ്ണം കൊണ്ടു കൊടുത്തപ്പം 1500 കിട്ടിയോളൂ. ഗൈസ് ഇതാണ് എൻ്റെ പേഴ്സണൽ വെഹിക്കിൾ. അപ്പം നമുക്ക് ഇതിലും കൂടെ നേരത്തെ ആ ഒരു ഗ്യാസും കൂടെ അടിക്കാം. ഗൈസ് അപ്പോൾ നമുക്കിപ്പം അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൈസ് അത് ബഗ്ഗാണ് ഗൈസ്, അത് ഫിക്സ് ആവും. നമുക്കിനി അടുത്തത് ഇനി അവിടെ പോവാം. ഇനി നമുക്ക് കസീനോയിലാണ് നമുക്ക് അടുത്ത ടാസ്ക്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നാവിഗേറ്ററിൽ കയറിയിട്ട് നമുക്ക് കസീനോ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഫൺ ആക്ടിവിറ്റിയിലാണ് ഗ്രാൻഡ് കസീനോ കിടക്കണത്. കസീനോയിലാണ് നമുക്ക് കുറേ ഉണ്ട് പൈസ. അതിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് സ്പിന്നൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് 2.5 മണിക്കൂർ ഗെയിമിൽ നിൽക്കണനുസരിച്ച് നമുക്ക് സ്പിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. സ്പിന്നിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ഇടാനുള്ള സ്കിന്ന്, കാറ്, അടിപൊളി കാര്യങ്ങളെല്ലാം നമുക്ക് കസീനോയുടെ അപ്പുറത്ത് തന്നെ. അപ്പോൾ നമ്മൾ കസീനോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാവിഗേറ്റ് കയറി കസീനോ മാർക്ക് ചെയ്താൽ ഇവിടെ ലാസ്റ്റ് ഒരു എൻഡ് പോയിൻ്റ് ആയിട്ടൊന്ന് കാണിക്കും. ഇവിടെയാണ്. ഇതാണ് നമ്മൾ ആ ഒരു ടാസ്ക്. ഇതിൽ നമ്മൾ ബെറ്റ് വെച്ച് ജയിക്കണം. ബെറ്റ് വയ്ക്കത്തി പാടാണ്, ജയിക്കത്തി പാടാണ്. ഇതിൽ നമുക്ക് 10 ബെറ്റ് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് വെക്കാം. ബ്ലാക്ക് വെച്ച് നോക്കാം. ബ്ലാക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. 3 പ്രാവശ്യം എന്തായാലും ജയിക്കണം. നമ്മൾ ബെറ്റ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പിൻ ചെയ്തിട്ടുണ്ട്, കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. നമ്മളിപ്പോൾ 1 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ബ്ലാക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ നമ്പറിൽ വെച്ചിട്ട് കാര്യമില്ല, നമ്പർ നമ്മളെപ്പോഴും വീരൂല. ഈ ബ്ലാക്കിലും റെഡിലും വെച്ചിട്ടാണ് ഏറ്റവും നല്ലത്. അടുത്തത് പോയി ഗൈസ്. 20 റെഡ് വന്ന് പോയി. ഇത് നമ്മൾ ബെറ്റ് വയ്ക്കണമെന്ന് വെച്ചാൽ കസീനോയിൽ ഇതിൻ്റെ അകത്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് നമുക്ക് ഒരു ചിപ്പ് മേടിക്കുന്നതിന് 100 രൂപ ആവും. നമുക്ക് ചിപ്പ് അല്ലെങ്കിൽ നമുക്ക് ചിപ്പ് സ്പിന്നിൽ കൂടെ കിട്ടും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഞാൻ 10 റെഡിൽ വെച്ച് അതും പോയി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബ്ലാക്കിൽ വെക്കാം. ഇനി നമുക്ക് 2 പ്രാവശ്യം കൂടെ ജയിച്ചാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഞാൻ അടുത്ത ബ്ലാക്കിൽ വെച്ചിട്ടുണ്ട് 10. കിട്ടിയാൽ കൊള്ളായിരുന്നു. ഗൈസ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ മതി. നമുക്ക് ബ്ലാക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഇതും കൂടെ ജയിച്ചാൽ കൊള്ളാമായിരുന്നു. ഇനി വെക്കാൻ വയ്യ എനിക്ക്. കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആക്കിയെന്നാണ് തോന്നണം. നമുക്ക് നോക്കാം ഗൈസ്. എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം കളക്ട് ചെയ്യാം.
അപ്പോൾ എനിക്ക് 10 SP. നമുക്കൊരു ഒരു ദിവസം ഏകദേശം ഒരു മണിക്കൂർ, ഒരു മണിക്കൂറും വേണ്ട ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്താൽ മതി. ബാക്കി ഫുൾ നമുക്ക് വേറെ ജോബൊക്കെ ചെയ്ത് സെറ്റാക്കാം. നമ്മൾ ഇതിൽ ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് 10 SP കിട്ടുകയും ചെയ്യും. അല്ലാതെ തന്നെ നമ്മളിത് ചെയ്യാൻ നേരത്ത് തന്നെ അല്ലാതെ തന്നെ നമുക്ക് കൂടുകയും ചെയ്യും SP. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് തീരാനകത്ത് ഒരു 12-13 SP കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ലെവൽ 18ആയി. 18ൽ 11 ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് 57 വേണം അടുത്ത ലെവൽ 19 ആവാൻ. ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.